മഴ പെയ്തു കഴിഞ്ഞുള്ള പ്രഭാതത്തിൽ ധാരാളം കൂണുകൾ തല നിവർത്തി നിൽക്കുന്നത് കാണാൻ നല്ല രസമാണല്ലേ. പലതരത്തിലുള്ള കൂണുകൾ മനുഷ്യൻ ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പറമ്പുകളിൽ കാണുന്നതിലും നല്ലതും ചീത്തയുമായ കൂണുകളുണ്ട്. അങ്ങനെ ഉഗ്രവിഷമുള്ള നിരവധി ആളുകളുടെ മരണത്തിന് വരെ കാരണമായ ഒരു തരം കൂണുണ്ട്. ഡെത്ത് ക്യാപ്പ് മഷ്റൂം എന്നറിയപ്പെടുന്ന അമാനിറ്റ ഫാലിഡോയിസ് എന്നാണ് ഈ കൂണിന്റെ പേര്. ഈ കൂണിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാട്ടിലും മറ്റും ക്യാമ്പിങ്ങിനോ ട്രക്കിങ്ങിനോ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള കൂണുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ നാം എപ്പോഴും സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കൂണാണ് ദ ഡെത്ത് ക്യാപ്പ് മഷ്റൂം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂൺ കഴിച്ചു പറ്റിയ അപകടത്തിനുണ്ടായ കാരണക്കാരൻ ഡെത്ത് ക്യാപ്പ് മഷ്റൂമാണ്. കാഴ്ചയിൽ സാധാരണ ഭക്ഷ്യയോഗ്യമായ കൂണുകളോട് രൂപസാദൃശ്യമുള്ള ഇവയെ തിരിച്ചറിയുക എന്നത് ദുഷ്കരമാണ്. വളരെ മൃദുലമായ ഈ കൂണുകൾ ചെറിയ ഒരു പച്ച കലർന്നതോ ക്രീം കളറിലോ ആണ് കാണപ്പെടുന്നത്. വിഷമുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ പലരും ഇത് കഴിച്ച് അപകടത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ കൂണോ അല്ലെങ്കിൽ ഒരു വലിയ കൂണിന്റെ പകുതിയോ കഴിച്ചാൽ മതി ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുവാനുള്ള അത്ര വിഷം അതിലുണ്ട്. എങ്ങനെയാണ് ഈ കൂണുകൾ ഇത്രയും ഡേഞ്ചറസ് ആകുന്നത്? ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിഷത്തിന്റെ പേരാണ് അമറ്റോക്സിൻസ്. ഈ വിഷം ചൂടാക്കിയാലോ തണുപ്പിച്ചാലോ ഒന്നും പോകുന്നില്ല. ഈ വിഷം വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്റെ RNA പോളിമറൈസ് എന്ന എൻസൈമിന്റെ പ്രവർത്തനത്തെ സ്തംഭിപ്പിക്കുന്നു. ഇത് കാരണം മനുഷ്യന്റെ ഓരോ സെല്ലിന്റെയും പ്രവർത്തനം നിലയ്ക്കുന്നു. പിന്നീട് ലിവർ തകരാറിലാവുകയും ചെയ്യുന്നു. ഡെത്ത് ക്യാപ്പ് കൂൺ കഴിച്ച 6 തൊട്ട് 12 മണിക്കൂർ വരെ ഒരാൾ സാധാരണമായി ജീവിക്കുവാൻ കഴിയുന്നു. അത് കഴിയുമ്പോൾ മാത്രമേ ഛർദി, വയറിളക്കം തുടങ്ങിയ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയുള്ളൂ. ഡോക്ടർമാർ പോലും ഇത് സാധാരണ ഭക്ഷ്യവിഷബാധയാണെന്നേ ആദ്യം കരുതുകയുള്ളൂ. ഈ സമയം ഇവ മനുഷ്യന്റെ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ കൂൺ കഴിച്ച മിക്കവാറും എല്ലാവരും ലിവറിന് തകരാറ് വന്നാണ് മരിച്ചത്. മൃഗങ്ങൾക്കും ഡെത്ത് ക്യാപ്പ് എന്ന കൂണിന് ഇതേ പ്രശ്നങ്ങൾ തന്നെ വരുത്താൻ സാധിക്കും. എന്നിരുന്നാലും കൃത്യസമയത്ത് വിഷത്തിന്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ രോഗിയെ രക്ഷിക്കുവാൻ സാധിക്കും. ഡെത്ത് ക്യാപ്പ് കൂണുകൾ സാധാരണമായി യൂറോപ്പ്, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. എങ്കിലും ഏഷ്യയിലെ പല വനങ്ങളിലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ കൃത്യമായി അറിയാതെ യാതൊരു തരത്തിലുള്ള കൂണും ഭക്ഷിക്കുവാൻ പാടില്ല. ഇതിലും ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ ബൈ.